നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ അവർ ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. അപ്രതീക്ഷിതമായി നീണ്ട ബഹിരാകാശ ദൗത്യത്തിന് ശേഷം സഹയാത്രികൻ ബുച്ച് വിൽമോറിനോടൊപ്പം ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിനായി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ഒരുങ്ങുകയാണ്. മുൻ US നാവികസേന ഉദ്യോഗസ്ഥയും പരിചയസമ്പന്നയായ ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസ് ബഹിരാകാശ പരിവേഷണത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. നാസയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ബഹിരാകാശ യാത്രികരിൽ ഒരാളായി സുനിതയുടെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കുകയാണ്. 4 അംഗ ബഹിരാകാശ യാത്രിക സംഘത്തെ എത്തിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സ്പേസ് എക്സ് ക്രൂ ക്യാപ്സ്യൂൾ വിജയകരമായി ഡോക്ക് ചെയ്തതോടെ ബുച്ച് വിൽമോറിന്റെയും സുനിത വില്യംസിന്റെയും തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലാണ് ലോകം. അവിടെ നിന്നുള്ള ഓരോ വാർത്തകളും ഏറെ ആകാംക്ഷയോടെയും അത്ഭുതത്തോടും കൂടിയിട്ടാണ് നമ്മളടക്കം ഉറ്റുനോക്കുന്നത്. മാർച്ച് 14-നാണ് ഫാൽക്കൺ 9 റോക്കറ്റ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത്. പുതിയ സംഘം എത്തിയതോടെ 9 മാസത്തിലേറെയായി ഭ്രമണപഥത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും മാർച്ച് 19-ന് ഭൂമിയിലേക്ക് മടങ്ങുമെന്നാണ് കരുതുന്നത്. ഇതുവരെ നാസ നിശ്ചയിച്ചിട്ടുള്ള തീയതി അതാണ്. പക്ഷെ എന്തും സംഭവിക്കാൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ് മാറുവാനുള്ള സാധ്യതയുമുണ്ട്. US, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 4 അംഗ സംഘം കുറച്ചു ദിവസം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കും. 2024 ജൂൺ 5-നാണ് സുനിതയും ബുച്ച് വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. വെറും 8 ദിവസത്തെ യാത്രയ്ക്കായിട്ട് പോയിട്ട് ഇപ്പോൾ ഏകദേശം 9 മാസത്തോളമാണ് ബഹിരാകാശത്ത് അവർക്ക് ചിലവഴിക്കേണ്ടി വന്നത്. ജൂൺ 13-ന് ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു. പേടകത്തിലെ ഹീലിയം ചോർച്ച മൂലം പിന്നീട് അവരുടെ യാത്ര മുടങ്ങുകയായിരുന്നു. പിന്നാലെ സെപ്റ്റംബർ 7-ന് സ്റ്റാർലൈനർ ആളില്ലാതെ തിരിച്ചെത്തുകയായിരുന്നു. 2025 ജാനുവരി 30-ന് സുനിത 5 മണിക്കൂറിലേറെ സ്പേസ് വാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അവിടെയുള്ളപ്പോൾ ഭൂമിയിലുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വാർത്തകളും അതുപോലെ അവിടെയുള്ള വീഡിയോയും, അവിടെ ഭക്ഷണം കഴിക്കുന്ന രീതി, അവിടെ വെള്ളം കുടിക്കുന്ന രീതി, അവിടെ എങ്ങനെ സമയം ചിലവഴിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നാസ അതിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയായി കൂടി സുനിത ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. 62 മണിക്കൂർ 6 മിനിറ്റാണ് ഇത്തരത്തിൽ റെക്കോർഡ് തകർത്തിരിക്കുന്നത്. ഭൂമിയിൽ പക്ഷേ വരുമ്പോൾ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികൾ കൂടിയാണ്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യനിലയെ കുറിച്ചും ഒരുപാട് ആശങ്കകളാണ് പല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഡോക്ടർമാരുടെ സംഘമൊക്കെ തന്നെ പറയുന്നത്. ഭൂമിയിലേക്ക് മടങ്ങി വന്നതിന് ശേഷമുള്ള ജീവിതം സുനിതയ്ക്കും ബുച്ചിനും അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ്. ഇരുവർക്കും ബേബി ഫീറ്റ് എന്ന അവസ്ഥ ഉടലെടുത്തിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഈ ഒരു മാസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെ ഫലമായി ബഹിരാകാശ യാത്രികരുടെ കാൽപാദങ്ങൾ കുഞ്ഞുങ്ങളുടേതുപോലെ മൃദുലമാകുന്ന അവസ്ഥയാണ് ഈ ബേബി ഫീറ്റ് എന്ന് പറയുന്നത്. ഇക്കാരണത്താൽ തന്നെ ഭൂമിയിൽ എത്തിയതിനു ശേഷം അവർക്ക് നടക്കുമ്പോൾ അതികഠിനമായ വേദനയായിരിക്കും അനുഭവപ്പെടുക. കാൽപാദത്തിൽ കട്ടിയായ തൊലി രൂപപ്പെടാൻ മാസങ്ങൾ വരെ വേണ്ടിവരാം. ഇക്കാലം അത്രയും നടക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. കാലുകൾ കുഞ്ഞുങ്ങളുടേതുപോലെ ആകുന്നതിന് പുറമെ മാസങ്ങളായി ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ കഴിഞ്ഞത് അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാവും. ഇത് ചിലപ്പോൾ പരിഹരിക്കാനും കഴിയാതെ വരാം എന്നുള്ള ഒരു ആശങ്ക കൂടി ഇവിടെ നിലനിൽക്കുകയാണ്. ബഹിരാകാശത്ത് കഴിയുന്ന ഓരോ മാസവും അസ്ഥികളുടെ സാന്ദ്രത 1% കുറയുമെന്നാണ് നാസ വ്യക്തമാക്കുന്നത്. ഭൂമിയിലേതുപോലെ ചലനങ്ങളും മറ്റും ഇല്ലാത്തതിനാൽ മസിലുകളും ദുർബലപ്പെടും. ഗുരുത്വാകർഷണത്തിനെതിരായി ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതിനാൽ ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവും കുറയും. രക്തത്തിന്റെ ഒഴുക്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. ചില ഭാഗങ്ങളിൽ രക്തം ഒഴുകുന്നതിന്റെ വേഗത കുറയും. ഇത് രക്തം കട്ട പിടിക്കുന്നതിന് കാരണമായേക്കാം. ദ്രാവകങ്ങളും എളുപ്പത്തിൽ താഴേക്ക് വരില്ല. ദ്രാവകങ്ങൾ കൂടിച്ചേരുന്നത് കൃഷ്ണമണിയുടെ രൂപത്തിൽ മാറ്റം വരുത്തുകയും അത് കാഴ്ചശക്തി തന്നെ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. ബഹിരാകാശത്ത് ചെലവഴിക്കുന്നതിലെ മറ്റൊരു അപകടകരമായ പ്രത്യാഘാതമാണ് ഈ റേഡിയേഷൻ എക്സ്പോഷർ എന്നത്. അതായത് ഭൂമിയുടെ അന്തരീക്ഷവും കാന്തിക ക്ഷേത്രവും മനുഷ്യരെ ഉയർന്ന തലത്തിലുള്ള വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ അത്തരം സംരക്ഷണം ബഹിരാകാശ യാത്രികർക്കായി ലഭ്യമല്ല.
ബഹിരാകാശ യാത്രികർക്ക് 3 തരം വികിരണങ്ങളാണ് പ്രധാനമായും ഏൽക്കുന്നതെന്നാണ് നാസ പറയുന്നത്. അതായത് ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിൽ കുടുങ്ങിയ കണികകൾ, സൂര്യനിൽ നിന്നുള്ള സൗരോർജ കാന്തിക കണികകൾ, ഗാലക്സി കോസ്മിക് കിരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭൂമിയിലേതിനേക്കാൾ 50 മുതൽ 200 മടങ്ങ് വരെ റേഡിയേഷൻ ബഹിരാകാശ യാത്രികരെ ബാധിക്കാറുണ്ടെന്നാണ് പഠനങ്ങൾ അടക്കം പറയുന്നത്. ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ എക്സ്പോഷർ മനംപുരട്ടൽ, അതുപോലെ തന്നെ ഛർദി, ക്ഷീണം എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്കും കാരണമാകാം. തിരികെയുള്ള യാത്ര പോലെ പ്രധാനമാണ് ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷം മടങ്ങിയെത്തുന്ന ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യസ്ഥിതിയും. ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും കഠിനമായ വെല്ലുവിളിയെ നേരിടാൻ തയ്യാറെടുക്കുകയാണത്രേ സുനിത വില്യംസ്. ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുകയാണ് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണം മനുഷ്യ ശരീരത്തെ ശിക്ഷിക്കുന്ന സന്ദർഭം ഈ കാലയളവിൽ ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും കഠിന വ്യായാമം പോലെ തോന്നുമെന്നും വിദഗ്ധർ പറയുന്നു. ഭൂമിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ശക്തിയും അസ്ഥികളുടെ സാന്ദ്രതയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും കർശനമായ പരിശീലനങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. പേശികളുടെ ബലം വീണ്ടെടുക്കുന്നതിനും ചലനം സുഗമമാക്കുന്നതിനുമായി ഫിസിയോതെറാപ്പി, വ്യായാമങ്ങൾ, കാർഡിയോവാസ്കുലർ വ്യായാമങ്ങൾ, കൃത്യമായ ഡയറ്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും അവർ തിരിച്ചു വരുമ്പോൾ വലിയൊരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആശങ്ക ഒരുപാടുണ്ട്. ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അവർക്കൊരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം ഈ പറഞ്ഞ വെല്ലുവിളികളെല്ലാം തന്നെ അവരെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ കൂടി ഇവിടെ നാസ അടക്കം തയ്യാറാക്കിയിരിക്കുകയാണ്. ഏതായാലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ താമസം അപ്രതീക്ഷിതമായി നീണ്ടതോടെ അവിടുത്തെ കമാൻഡറുടെ ചുമതലയും സുനിത വില്യംസ് ഏറ്റെടുത്തിരുന്നു. നിലയം കമാൻഡർ ആയിരുന്ന റഷ്യൻ സഞ്ചാരി ഒലേഗ് കൊനോനോങ്കോ ഭൂമിയിലേക്ക് മടങ്ങിയതോടെയാണ് സുനിത ആ ഒഴിവ് നികത്തിയത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ ദൗത്യങ്ങളുടെ ഏകോപന ചുമതലയാണ് സുനിതയ്ക്കുണ്ടായിരുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് 5 മണിക്കൂർ 26 മിനിറ്റ് നടന്നതോടെ ആകെ 62 മണിക്കൂർ 6 മിനിറ്റ് എന്ന റെക്കോർഡോടെ സുനിത വില്യംസ് അഭിമാന നേട്ടം കൈവരിക്കാനും കഴിഞ്ഞു. US സർക്കാരിന്റെ ശമ്പള സ്കെയിലുകൾ അനുസരിച്ച് ഈ നാസ ബഹിരാകാശ യാത്രികർക്ക് എക്സ്പീരിയൻസിന്റെയും റാങ്കിന്റെയും അടിസ്ഥാനത്തിലാണ് ശമ്പളം നൽകുന്നത് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല അവരുടെ ജീവൻ വരെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജോലി കൂടിയാണിത്. നാസയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ബഹിരാകാശ യാത്രികർക്ക് സാധാരണയായി GS-12 മുതൽ GS-15 വരെയുള്ള ഗ്രേഡ് പ്രകാരമാണ് ശമ്പളം ലഭിക്കുന്നത്. അതായത് ഈ ഒരു GS-12 ഗ്രേഡ് ബഹിരാകാശ യാത്രികരുടെ അടിസ്ഥാന ശമ്പളം ഏകദേശം $61,167. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിലോട്ട് വരുമ്പോൾ പ്രതിവർഷം 55 ലക്ഷം രൂപയോളം വരും ഇവരുടെ ശമ്പളം. പരിചയസമ്പന്നരായ ബഹിരാകാശ യാത്രികർ GS-13 അല്ലെങ്കിൽ GS-14 വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അവരുടെ ശമ്പളം ഏകദേശം $90,000 മുതൽ $1,40,000 വരെയാകാം. അതായത് പ്രതിവർഷം ഏകദേശം 75 ലക്ഷം മുതൽ 1,10,00,000 ഇന്ത്യൻ രൂപ വരെ ലഭിക്കാം. ഇതിൽ സുനിത വില്യംസിന്റെ അനുഭവ പരിചയവും സ്ഥാനവും പരിഗണിക്കുമ്പോൾ അവരുടെ ശമ്പളം GS-14 അല്ലെങ്കിൽ GS-15 ഗ്രേഡ് പ്രകാരമായിരിക്കുമെന്നും കണക്കാക്കാം. അവരുടെ വാർഷിക ശമ്പളം ഏകദേശം $1,52,258. അതായത് ഇന്ത്യൻ രൂപയിൽ 1,26,00,000 രൂപയാണെന്ന് നിരവധി വാർത്താ റിപ്പോർട്ടുകൾ അടക്കം പറയുന്നുണ്ട്. ശമ്പളത്തിന് പുറമെ നാസയിലെ ബഹിരാകാശ യാത്രികർക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ്, അഡ്വാൻസ്ഡ് മിഷൻ പരിശീലനം, മാനസിക പിന്തുണ, യാത്രാ അലവൻസുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഫെഡറൽ മാർഷലായ ഭർത്താവ് മൈക്കിൾ ജെ വില്യമിനൊപ്പം ടെക്സസിലെ ഹൂസ്റ്റണിൽ താമസിക്കുന്ന സുനിത വില്യംസിന്റെ ആസ്തി ഏകദേശം $5 മില്യൺ ആണെന്ന് mark.com റിപ്പോർട്ട് പറയുന്നത്. ബഹിരാകാശത്ത് ദീർഘകാലം ചെലവഴിച്ചത് ബഹിരാകാശ ഗവേഷണത്തിലുള്ള സുനിതയുടെ അർപ്പണ മനോഭാവത്തെ കൂടി കുറിക്കുന്നതാണ്. അവർ ഇന്ത്യൻ വംശജ കൂടിയാണെന്നുള്ളതും ഈ ഒരു നിമിഷത്തിൽ നമുക്കും ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും മാർച്ച് 19 ഇപ്പോൾ നിലവിൽ അവർ ഭൂമിയിലേക്ക് തിരികെ എത്തുന്ന തീയതി എന്ന് നാസ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞാലും നേരിടാൻ പോകുന്ന പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടി ആ ഒരു കടമ്പ കൂടി അവർ നല്ല രീതിയിൽ കടക്കട്ടെ എന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം.